തദ്ദേശ തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ ആനമങ്ങാട് ഡിവിഷൻ കടുത്ത പോരാട്ടത്തിൽ. നിലവിൽ UDF വിജയിച്ചു വരുന്ന ഡിവിഷനാണ് ആനമങ്ങാട്. UDFനായി DCC ജനറൽ സെക്രട്ടറിയായ CK ഹാരിസ് ആണ് മത്സര രംഗത്തുള്ളത്. കന്നി അംഗത്തിനിറങ്ങുന്ന ഹാരിസ് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച നൽകാൻ തനിക്ക് കഴിയുമെന്നും വിജയം ഉറപ്പാണെന്നും പ്രതികരിച്ചു. നമുക്കറിയാം, താഴേക്കോട് പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്ന് കൈവിട്ടു പോയതാണെങ്കിൽ ഇപ്രാവശ്യം ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഈ പഞ്ചായത്ത് നൽകണമെന്ന ആഗ്രഹത്തോടും ആവേശത്തോടും കൂടി നിൽക്കുന്നതാണ് ഓരോ വാർഡുകളിൽ ചെല്ലുമ്പോഴുമുള്ള കാഴ്ച. നമുക്കറിയാം, ഹുസൈൻ സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ മത്സരിക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ നേതൃത്വം നൽകാൻ കഴിയുന്ന കെൽപ്പുള്ള നേതാക്കന്മാരെയാണ് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ഞാൻ മത്സരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ്. AK മുസ്തഫ സാഹിബ് പ്രസിഡന്റായ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ നിരവധിയായ വികസന പദ്ധതികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒക്കെ തുടർച്ചയായിട്ടാണ് ഞാനും വരുന്നത്. ഈ നാടിന്റെ സമഗ്ര വികസനത്തിന് ഐക്യജനാധിപത്യ മുന്നണിയെ മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്തരത്തിൽ ആവേശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. LDFനായി CPIM നേതാവും മുൻ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗവുമായ വള്ളൂരാൻ ഹനീഫയാണ് മത്സര രംഗത്ത്. ഡിവിഷനിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തനിക്ക് കഴിയുമെന്നും വള്ളൂരാൻ ഹനീഫ പറഞ്ഞു. അപ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനം ശക്തിപ്പെടുത്തി കൊണ്ടുപോകണം, എങ്കിലേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നുള്ള ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കുക, അത് യാഥാർത്ഥ്യമാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നു. ആ രീതിയിൽ ജനങ്ങളുടെ പ്രവർത്തനം, ജനങ്ങൾ നമ്മളോട് ഇടപഴകുന്നത് നല്ല രീതിയിലാണ്. കാരണം അവർക്ക് ഒരു താല്പര്യമുണ്ട്. പല മേഖലയിലും പോകുമ്പോൾ കഴിഞ്ഞ കാല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു പൊതുയോഗവുമായി ബന്ധപ്പെട്ട് അരക്കുറമ്പ് മേഖലയിൽ പോയപ്പോൾ അവിടെ ഇത് തന്നെയാണ് ചർച്ച. കാരണം വേറൊരു രസകരമായ കാര്യം കൂടെ ഉണ്ടായത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോയ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ അതിനുശേഷം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരാതിയൊക്കെയാണ് ജനങ്ങൾ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലേക്ക് പോവുകയാണ്. ഒരു ജനകീയ സ്വഭാവത്തിൽ നിന്നും മാറി വോട്ട് വാങ്ങി ആ സ്ഥാനമാനത്തേക്ക് എത്തുകയും പിന്നെ അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല എന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതിനൊക്കെ എല്ലാവരും വലിയ മാറ്റമാവും ഈ തെരഞ്ഞെടുപ്പ്. എന്തായാലും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. CCN പെരിന്തൽമണ്ണ.